ഇന്നലെ നിർത്തിയെടുത്തുനിന്ന് തന്നെ തുടങ്ങാമല്ലേ നമുക്ക്. രാത്രിയിലത്തെ തട്ടിക്കൂട്ട് പാചകത്തിനിടെ ഞാൻ കാവ്യം വിളിച്ചുകൊണ്ട് എൻ്റെ അമ്മമ്മേനെ കാണാൻ പോയിട്ടോ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്മമ്മയുടെ വീട്. അമ്മമ്മയും ചേച്ചിയുടെ മോളെ വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ ഞങ്ങളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവളോട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് വന്ന് ഞങ്ങളുടെ പാചകം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ടച്ചോറാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. സംഭവം സിമ്പിളാണ്, എന്നാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം കേട്ടോ. എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം പിന്നെ വെച്ച് സവാളയും ക്യാരറ്റും മാത്രമേ ഞങ്ങളിവിടെ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. അത് വഴണ്ട് വരുമ്പോഴത്തേക്കും മസാലപ്പൊടികളൊക്കെ ഇട്ട് അത് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും മുട്ട പൊട്ടിച്ചൊഴിക്കും. ഞങ്ങൾ 3 മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മൂക്കുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ചോറ് ഇതിലേക്ക് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാനായിട്ട് ഒരു മെയിൻ നല്ല കണക്ക് മിക്സ് ചെയ്യണം. ഞങ്ങളിവിടെ മത്സരിച്ച് മാറി മാറി മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട കേട്ടോ, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ്. ഞങ്ങളിവിടെ സൈഡായിട്ട് പപ്പടവും ചൂര അച്ചാറും എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അച്ഛന് തന്നെ ചോറ് കൊടുത്തു. അച്ഛന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ പപ്പടമൊക്കെ കൂട്ടി നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് ചോറ് കൊടുത്തതിന് ശേഷം ഞാനും കാവ്യം കൂടെ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ പാത്രം കഴുകാൻ പിടിച്ച് ഞങ്ങൾ വെച്ച ആ ഉരുളിയിൽ തന്നെയാണ് ഞാൻ കഴിച്ചത്. അടിപൊളിയായിരുന്നു. ഈ മുട്ടച്ചോറിൻ്റെ കൂടെ ചൂര മീൻ അച്ചാറ് നല്ല അടിപൊളി കോമ്പിനേഷനായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം അനിയത്തി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാനായിട്ട് റൂമിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ കയറിയെങ്കിലും ശരിക്കും ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. അപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അവളിവിടെ ഇല്ല കേട്ടോ. എനിക്കിതൊക്കെ കാണുമ്പോൾ അവളെ മിസ് ചെയ്യുന്നുണ്ട്.